നമസ്കാരം. എഡി ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ മെഡിസിന് പഠിക്കാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയൊരു വാർത്ത എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 7 മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ആരോഗ്യ സർവകലാശാല ഉത്തരവിറക്കി. ആകെ 500 സീറ്റിൻ്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ 50 സീറ്റ്, മലബാർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ 50 സീറ്റ്, തൊടുപുഴ അൽ അസ്ഹർ മെഡിക്കൽ കോളേജിൽ 100 സീറ്റ്, തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ 50 സീറ്റ്, തിരുവനന്തപുരം SUT മെഡിക്കൽ കോളേജിൽ 50 സീറ്റ്, PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ 50 സീറ്റ്, പാലക്കാട് കേരള മെഡിക്കൽ കോളേജിൽ 150 സീറ്റ് എന്നിങ്ങനെയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആകെ 500 സീറ്റിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് മാത്രമായി സീറ്റ് വർധനവ് നൽകിയതിനെതിരെ വിമർശനവും ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഒരു കുട്ടിക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പഠിക്കാൻ ഒരു വർഷം 23,000 രൂപ മുതൽ 31,000 രൂപ വരെ മാത്രമാണ് ഫീസായി നൽകേണ്ടി വരിക. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഒരു വർഷം 7,70,000 രൂപ മുതൽ 8,50,000 രൂപ വരെയാണ് ഒരു വർഷം ഒരു വിദ്യാർത്ഥി ഫീസായിട്ട് നൽകേണ്ടി വരിക. NRI കോട്ടയിലാണെങ്കിൽ ആ ഫീസ് 21,65,000 രൂപയുമായി മാറും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഈ വർഷം 500 സീറ്റ് വർദ്ധിപ്പിക്കുകയും എന്നാൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകാതിരിക്കുകയും ചെയ്തതിനെതിരെയാണ് വിമർശനം ഉയരുന്നത്. തമിഴ്നാട്ടിലെ എല്ലാ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും 50% സീറ്റുകളിലും കർണാടകയിൽ 40% സീറ്റുകളിലും സർക്കാർ ഫീസിൽ പഠിപ്പിക്കാൻ വ്യവസ്ഥയുള്ളപ്പോഴാണ് കേരളത്തിൽ സ്വകാര്യ കോളേജുകളിൽ പ്രവേശനം നേടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉയർന്ന ഫീസിൽ പഠിക്കേണ്ടി വരുന്നത് എന്ന വിഷയം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സാധാരണക്കാരായ കുട്ടികൾക്ക് അവസരം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ മേഖലയിൽ സീറ്റുകൾ കൂട്ടണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനവും നൽകിയിട്ടുണ്ട്.